നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ 4 LDF അംഗങ്ങളെ അയോഗ്യരാക്കി കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM രാഘവൻ ഉണ്ണിത്താന്റെ ഉത്തരവ്. വായ്പാ കുടിശ്ശികയുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പത്തനാപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 200ഓളം പ്രവർത്തകർ BJPയിലേക്ക്. കേരളം BJPക്ക് പാകപ്പെടുന്നതിന്റെ സൂചനയാണ് വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ള ജനത്തിന്റെ ഒഴുക്കെന്ന പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ MT രമേശ്. 100 ദിവസം കൊണ്ട് BJP സർക്കാർ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടം, രാജ്യത്തൊരു പ്രധാനമന്ത്രിയുണ്ടെന്ന തോന്നൽ ജനങ്ങളിൽ ഉളവാക്കുകയാണെന്നും MT രമേശ്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ 4 LDF അംഗങ്ങളെ അയോഗ്യരാക്കി കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM രാഘവൻ ഉണ്ണിത്താൻ ഉത്തരവിട്ടു. വായ്പാ കുടിശ്ശികയുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. CPM പ്രതിനിധികളായ VS മണി, J കമലാസനൻ, B വനജകുമാരി, CPI പ്രതിനിധിയായ B ജയകുമാർ എന്നിവരെയാണ് കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM രാഘവൻ ഉണ്ണിത്താൻ അയോഗ്യരാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സഹകരണ ചട്ടം 44 പ്രകാരമാണ് നടപടി. ഭരണസമിതി അംഗങ്ങളായ ഇവർ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് കാട്ടി ഉറുകുന്ന് സ്വദേശി പുഷ്പാങ്കദൻ പുനലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഓഗസ്റ്റ് 21 പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക വരുത്തിയ 4 ഭരണസമിതി അംഗങ്ങളെ അയോഗ്യരാക്കിയത്. J കമലാസനൻ 2013 ജൂലൈ 4 2 ലക്ഷം രൂപ വായ്പയെടുത്തതിലാണ് കുടിശ്ശിക വരുത്തിയത്. VS മണി 2012 ജനുവരിയിൽ 1 ലക്ഷം രൂപ വായ്പയെടുത്തതിൽ മുതലിനത്തിൽ 22,546 രൂപയും പലിശ ഇനത്തിൽ 5,761 രൂപയുമാണ് കുടിശ്ശിക വരുത്തിയത്. മറ്റൊരു വായ്പയായി 2 ലക്ഷം രൂപ എടുത്തതിൽ മുതലിനത്തിൽ 77,800 രൂപയും പലിശ ഇനത്തിൽ 21,250 രൂപയും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. B ജയകുമാർ 2009 ഒക്ടോബർ 15 50,000 രൂപ വായ്പയെടുത്തതിൽ മുതലിനത്തിൽ 40,768 രൂപയാണ് കുടിശ്ശിക വരുത്തിയത്. മറ്റൊരു ഭരണസമിതി അംഗമായ B വനജകുമാരി 2011 ജൂലൈ 4 2 ലക്ഷം രൂപ വായ്പയെടുത്തതിൽ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഇവർ 4 പേരും കുടിശ്ശികക്കാരാണെന്ന് ബാങ്കിന്റെ 2013-2014 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. കുടിശ്ശിക വരുത്തിയ ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണം കേൾക്കുന്നതിന് ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും VS മണിയും J കമലാസനനും മാത്രമാണ് നേരിട്ടെത്തി വിശദീകരണം നൽകിയത്. മറ്റംഗങ്ങളായ B ജയകുമാറും B വനജകുമാരിയും നേരിട്ടോ രേഖാമൂലമോ വിശദീകരണം നൽകിയിട്ടില്ല. നവംബർ 30 കുടിശ്ശിക അടച്ചു തീർക്കാമെന്നായിരുന്നു VS മണിയുടെ വിശദീകരണം. കുടിശ്ശിക അടച്ചു തീർത്തതായുള്ള സെക്രട്ടറിയുടെ കത്തുമായാണ് J കമലാസനൻ വിശദീകരണത്തിനെത്തിയത്. എന്നാൽ വിശദീകരണം നൽകണമെന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് കമലാസനൻ കുടിശ്ശിക അടച്ചു തീർത്തതെന്ന് ജോയിന്റ് രജിസ്ട്രാർ വിലയിരുത്തി. ഇതേ തുടർന്നാണ് 4 ഭരണസമിതി അംഗങ്ങളെയും അയോഗ്യരാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കേരളം BJPക്ക് പാകപ്പെടുന്നതിന്റെ സൂചനയാണ് വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ള ജനത്തിന്റെ ഒഴുക്കെന്ന് പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ MT രമേശ്. കമ്പുംചേരിയിൽ BJP പിറവന്തൂർ പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ സ്വീകരണ സമ്മേളനങ്ങളൊക്കെ തന്നെ. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെ വരെ ഒരു ചെറിയ പാർട്ടിയായിരുന്നു. പക്ഷേ നമ്മുടെ നാടിന്റെ സാഹചര്യം മാറിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളം പാകപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ കൊച്ചു കേരളം കാവി പുതക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് നാട്ടുനമ്പാട് നമുക്ക് കിട്ടുന്നത്. കോൺഗ്രസ് നടത്തിയ കള്ളപ്രചരണത്തിന്റെ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതെന്നും MT രമേശ് പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിൽ ചേർന്ന 200ഓളം പ്രവർത്തകരെ MT രമേശ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. ജനകീയ സദസ്സിന് മുന്നോടിയായി 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. A ജഗദീഷ്, G ഉണ്ണികൃഷ്ണൻ, വില്ലൂർ സന്തോഷ്, G വിപിനചന്ദ്രൻ, മഞ്ഞപ്പാറ സുരേഷ്, സുഗു P ഉണ്ണിത്താൻ, PC ജ്ഞാനശേഖരൻ, അഡ്വക്കേറ്റ് B രഘുനാഥ്, G സുരേഷ് ബാബു, DC വിനുമോൻ, S അനിൽ, രമേശ് മേലില തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 100 ദിവസം കൊണ്ട് BJP സർക്കാർ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടം, രാജ്യത്തൊരു പ്രധാനമന്ത്രി ഉണ്ടെന്ന തോന്നൽ ജനങ്ങളിൽ ഉളവാക്കുകയാണെന്ന് MT രമേശ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം ഇതായിരുന്നില്ല സ്ഥിതിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്താ കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ ചോദിക്കുന്നത്?
നമ്മളോട് ചോദിക്കുമ്പോൾ 100 ദിവസം കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി? 100 ദിവസക്കാലം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താ ചെയ്തത്? മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പ്രസംഗിച്ചപ്പോ അവർ ചോദിച്ചത് 100 ദിവസക്കാലം നരേന്ദ്രമോദി എന്തു ചെയ്തു എന്ന്. ഞാൻ പ്രദേശത്തെ CPM-ന്റെയും കോൺഗ്രസുകാരുടെയും സ്നേഹിതരോട് പറയട്ടെ, നരേന്ദ്രമോദി കഴിഞ്ഞ 100 ദിവസക്കാലം കൊണ്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയുണ്ട് എന്ന തോന്നലുണ്ടാക്കിയതുകൊണ്ടാണ് 100 ദിവസക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഈ രാജ്യത്തൊരു നാഥനുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 കൊല്ലക്കാലം അങ്ങനെയായിരുന്നോ? 10 കൊല്ലക്കാലം ഉണ്ടായിരുന്നല്ലോ ഒരു പ്രധാനമന്ത്രി. ഈ രാജ്യത്തിനൊരു നാഥനുണ്ട് എന്ന തോന്നലുണ്ടായിരുന്നോ? കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളോട് ആരായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അവർക്ക് അത്ര പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. പല പേരുകൾ പറയും. ചിലര് സോണിയാഗാന്ധി എന്ന് പറയും. എത്ര കാലമായി നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു? എത്ര പ്രധാനമന്ത്രിമാർ രാജ്യത്തോട് സംസാരിച്ചു? രാവിലെ ഡൽഹിയിലെ തണുപ്പിൽ എല്ലാവരും കമ്പിളി പുതുപ്പെടുത്തു വരും. പ്രധാനമന്ത്രി എഴുതി തയ്യാറാക്കിയ ഒരു കണ്ണാടിക്കൂട്ടിലിരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വായിക്കും. എന്താ പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല, എന്താ പറയുന്ന ആർക്കും അറിയില്ല, കേൾക്കുന്നവർക്കോ കാണുന്നവർക്കോ എന്താണെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് ഈ കലാപരിപാടികൾ കഴിഞ്ഞു കിട്ടണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. അവസാനം ഇത് കഴിഞ്ഞു എന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക? ആകാശത്ത് 2 കൈ ഇങ്ങനെ വീശി കാണിക്കുമ്പോഴാണ് ഈ ഏർപ്പാടൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കർഷകർക്കും നിലം പാട്ടത്തിന് നൽകുന്നവർക്കും ത്രിതല പഞ്ചായത്തുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഇടയത്ത് തരിശു നിലത്തിലെ നെൽകൃഷി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ നെൽകൃഷി ഏതാണ്ട് അന്യം നിന്ന് പോവുകയും അത് പുനരാരംഭിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ജില്ലാ പഞ്ചായത്തിന്റെയും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെയും ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി ഇറക്കാൻ കർഷകർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പാട്ടത്തിന് നിലം തരുന്നവർക്കും കൃഷി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്കും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ത്രിതല പഞ്ചായത്തും ഡിപ്പാർട്ട്മെന്റും നൽകുന്നു. അത് പ്രയോജനപ്പെടുത്തി കൃഷി ലാഭകരമാക്കി മാറ്റാനും തരിശ് രഹിതമാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായി ഏർപ്പാട്. ഇവിടെ കൃഷി ഇറക്കുന്നത് ചേറാടി വിത്ത് പാവി അതിന്റെ ഞാറാണ് നടുന്നതെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ചേറാടി അല്പം മൂപ്പ് കൂടുതലുള്ള വിത്ത് ആണെങ്കിലും പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതലുള്ള ഒരു വിത്തനം തന്നെയാണ് ചേറാടി. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള നല്ല ശേഷിയുള്ള വിത്തിനങ്ങളിലൊന്നു തന്നെയാണ് ചേറാടി. ഇടയം പവിഴം കർഷക സ്വയം സഹായ സംഘത്തിന്റെയും ഇടമുളയ്ക്കൽ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തരിച്ചുനിലത്തിൽ നെൽകൃഷി തുടങ്ങിയത്. കൂറ്ററ മീനണ്ണൂർ ഏലായിൽ 2 ഹെക്ടർ സ്ഥലത്താണ് കൃഷി. 15 അംഗങ്ങളുള്ള സംഘം നെൽകൃഷിക്ക് പുറമെ വാഴ, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്യുന്നു. പ്രാദേശിക വിപണികളിൽ മികച്ച കാർഷികോത്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം കൃഷി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം ആർ സുഗു അധ്യക്ഷനായ ചടങ്ങിൽ സംഘം സെക്രട്ടറി എം സുഗതൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എൻ ചന്ദ്രസേനൻ, കൃഷി ഓഫീസർ ബി ഹരീഷ് എന്നിവർ നെൽകൃഷിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജില്ലാ റെസിഡൻസ് അസോസിയേഷന്റെയും റൂറൽ പോലീസിന്റെയും സംയുക്ത സംഘടനയായ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് പോലീസ് ഇനിഷ്യേറ്റീവ് ഇൻ ഡിസ്ട്രിക്ട് എന്ന റാപ്പിഡിന്റെ പുനലൂർ മേഖലാ യുവസംഗമം സംഘടിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ചടങ്ങ് റൂറൽ ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രൻ IPS ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര കുറച്ച് കൂടുതലുണ്ട്, പിന്നെ പല ഭാഗത്തുമുണ്ട്, പുനലൂരുണ്ട്, പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ അവിടെയുടെയൊക്കെ ചിലത് അത്ര ആക്റ്റീവ് അല്ല. അങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനെ കൂട്ടിയിട്ട് അന്നൊരു 10, 30, 40 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഞങ്ങൾ കൂട്ടി കുറച്ചധികം റെസിഡൻസ് അസോസിയേഷൻ പുതിയതായിട്ടുണ്ടാക്കി ഉള്ളത് ആക്ടിവേറ്റ് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഒരു 100ഓളം റെസിഡൻസ്, ഇപ്പൊ 90 കഴിഞ്ഞു. ഈ മാസം കൊണ്ട് 100 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ. റെസിഡൻസ് അസോസിയേഷൻ നിൽക്കുന്നത്, പോലീസ് നിൽക്കുന്നത് ഒരേ ഉദ്ദേശത്തിലാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് നാടിലെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനാണ്. ആ നാടിന്റെ സമാധാനവും ഐശ്വര്യവും തന്നെയാണ് റെസിഡൻസ് അസോസിയേഷനും ആഗ്രഹിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി. റാപ്പിഡ് ജില്ലാ സെക്രട്ടറി എൻ അയ്യപ്പൻപിള്ള സ്വാഗതം പറഞ്ഞു. പുനലൂർ ASP ഹിമേന്ദ്രനാഥ് IPS, നഗരസഭാ കൌൺസിലർ വത്സ JP ജോൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് S നൌഷറുദ്ദീൻ, B മോഹൻദാസ്, V ജോർജ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനായി പുനലൂർ ജനമൈത്രി പോലീസ് വാങ്ങിയ മൈക്ക് സെറ്റിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ SP S സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
വിളക്കുടി മേലില വെട്ടിക്കവല കുടിവെള്ള പദ്ധതി 23-ന് നാടിന് സമർപ്പിക്കും. പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിൽ MLA KB ഗണേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. MLAയുടെ അധ്യക്ഷതയിലായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആംബുലൻസ് ജനമൈത്രി പോലീസിനെ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ യോഗം തീരുമാനിച്ചു. കമുകഞ്ചേരി ദേവസ്വം പട്ടയം നൽകുന്നതിന് റവന്യൂ ദേവസ്വം അധികൃതരുടെ യോഗം വിളിക്കാനും KIP റവന്യൂ സംയുക്ത പരിശോധന നടത്തി KIP പുറമ്പോക്ക് അളന്നുതിരിച്ച് ഭൂരഹിതർക്ക് നൽകാനും നടപടിയെടുക്കും. നിരോധിത ദിവസങ്ങളിലെ അനധികൃത മദ്യവിൽപ്പന തടയാനും ടൌൺ കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പോലീസിന് നിർദ്ദേശം നൽകാൻ യോഗത്തിൽ ധാരണയായി. എലിക്കാട്ടൂർ പാലത്തിന് 8.5 കോടി, പത്തനാപുരം UITയുടെ നിർമ്മാണത്തിന് 1.11 കോടി എന്നിങ്ങനെ തുക അനുവദിച്ചതായി MLA യോഗത്തെ അറിയിച്ചു. മാക്കുളം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. പത്തനാപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനായി പുതിയ കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചതായും MLA യോഗത്തെ അറിയിച്ചു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നെടുത്തിരിക്കുന്നത് ഈ വ്യാജമദ്യം നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതിന് കർശനമായ നിലപാടെടുക്കാൻ പോലീസിനും എക്സൈസിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ്. റോഡുകളാകെ ഈ മഴക്കാലം വന്നിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അടുത്ത 15-ാം തീയതിക്ക് മുമ്പേ എല്ലാ റോഡുകളും യാത്രായോഗ്യമാക്കാം. ടൗൺ അടക്കമുള്ള വർക്കുകൾ യാത്രായോഗ്യമാക്കാമെന്നാണ് PWD ഉറപ്പ് തന്നിരിക്കുന്നത്. ശബരിമല സീസൺ കൂടി വരെയാണ്. അതുകൂടി കണക്കെടുത്തുകൊണ്ട് കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എല്ലാം ടെൻഡർ സ്ഥിതിയിലാണ്. ടെൻഡർ കഴിഞ്ഞു, എല്ലാ വർക്കുകളും ഓരോരുത്തർ എടുത്തു കഴിഞ്ഞു. ദ്രുതഗതിയിൽ അടുത്ത 15-ാം തീയതിക്ക് മുമ്പേ എല്ലാ റോഡുകളും യാത്രായോഗ്യ തരാമെന്നാണ് ഏറ്റിരിക്കുന്നത്. പിന്നെയുള്ളത് ഈ പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. സീറോ ലാൻഡ്ലെസ് റോഡിലെ പട്ടയത്തിനുള്ള സ്ഥലങ്ങൾ പരമാവധി സ്ഥലം കണ്ടിട്ടുണ്ട്. പിടവൂരും മറ്റും സർവേ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് ബാക്കിയുള്ള സ്ഥലം സീറോ ലാൻഡ്ലെസിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ KIP പുറമ്പോക്കുകളിൽ താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി പത്തനാപുരം തഹസിൽദാരുടെ നേതൃത്വത്തിൽ അഡീഷണൽ തഹസിൽദാരും മറ്റു ഉദ്യോഗസ്ഥരും സർവേ ഉദ്യോഗസ്ഥന്മാരോടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനിയും KIP കല്ലടൈരേഷൻ പ്രോജക്റ്റുകാരുമായിട്ടുള്ള ചർച്ചകൾ, സ്ഥലമെല്ലാം അവർ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ഓരോന്നും തിരിച്ച് സർവേ ചെയ്യണം. എത്രയും പെട്ടെന്ന് ആ പട്ടയം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. കൈവശരേഖയുള്ള എല്ലാ ആൾക്കാർക്കും UIT നിർമ്മിക്കുന്നതിന് MLAയുടെ ഫണ്ടിൽ നിന്ന് 111 ലക്ഷം രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇന്നലെ എന്റെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ 6 മാസം കൊണ്ട് ബാക്കി 111 ലക്ഷം രൂപ പണി കൂടി പൂർത്തിയാക്കും. ഡെപ്യൂട്ടി കളക്ടർ വർഗീസ് പണിക്കർ, തഹസിൽദാർ S. ലംബോദരൻ പിള്ള, അഡീഷണൽ തഹസിൽദാർ മധുസൂദനൻ പിള്ള, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി കുഴി രൂപപ്പെട്ടതിനെതിരെ ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത്. നാളുകളായി ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ്. പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെടുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മരച്ചില്ലകൾ റോഡിൽ കുത്തിവെച്ച് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയായിരുന്നു പ്രതിഷേധം. അപകടങ്ങൾക്ക് കാരണമാം വിധം കുഴി രൂപപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. ഈ പൈപ്പ് പൊട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി. ഈ പൈപ്പ് മുഖേന ഒരു 2-3 വട്ടം ബൈക്ക് ആക്സിഡന്റ് ഇവിടെ നടന്നു. പിന്നെ ഞാൻ ഒരു സ്കൂളിൽ പോകുന്ന കൊച്ചുങ്ങളുടെ ദേഹത്തൂടെ വണ്ടിയുടെ ഈ വാഹനം പോയ കാരണം കൊണ്ട് ആ വണ്ടി ചെടിവെള്ളം മൊത്തം ആ കൊച്ചിനെ കഴിച്ചു കയറി. നമ്മൾ ഈ കടയിലുള്ള വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി കിട്ടുന്ന പൈപ്പാണ്. ആ കടക്കാർ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ അതോറിറ്റി പോയി പറയണം. വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി കിടക്കുക. വാട്ടർ അതോറിറ്റി അവരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഇന്നൊരു പൈപ്പ് പൊട്ടി കിടക്കുന്നതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇത് പറഞ്ഞിട്ട് അവരാരും ഒരു കുലുക്കവും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള നടപടികൾ അതൊന്ന് അവസാനിക്കണം. എത്രയും പെട്ടെന്ന് ഈ പൈപ്പും പൊട്ടിച്ച് ഈ റോഡ് മെയിൻ റോഡാണ്. ഈ റോഡ് വൃത്തിയാക്കി ഈ പൈപ്പും പൊട്ടിച്ച് മാറ്റണം. അതാണ് നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ചെയ്യാത്ത പക്ഷം നമ്മൾ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് വന്ന തീരുമാനിക്കും. ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് കർശനമായ നിലപാട് സ്വീകരിക്കാത്ത പക്ഷം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒന്നടങ്കം സ്റ്റാൻഡിൽ പണിമുടക്കി പ്രക്ഷോഭണത്തിന് തയ്യാറാകുന്ന സാഹചര്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒരു കൊല്ലമായി വഴിവിളക്ക് പ്രകാശിക്കാത്ത തലവൂർ തത്തമംഗലം പ്രദേശത്ത് വൈദ്യുത പോസ്റ്റിൽ റാന്തൽ തൂക്കി നാട്ടുകാരുടെ പ്രതിഷേധം. പരാതിപ്പെട്ടിട്ടും KSEBയും തലവൂർ പഞ്ചായത്തും കൈയൊഴിഞ്ഞതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കുന്നിക്കോട് പട്ടാഴി പാതയിൽ തലവൂർ തത്തമംഗലം ഭാഗത്താണ് ഈ വേറിട്ട പ്രതിഷേധം. പ്രദേശത്തെ വൈദ്യുത വിളക്കുകൾ മിക്കതും കണ്ണടച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വൈദ്യുത പോസ്റ്റിൽ റാന്തൽ തൂക്കി പ്രതിഷേധം അറിയിച്ചത്. പ്രദേശത്തെ നശിച്ച വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ KSEBയുടെ പട്ടാഴി ഓഫീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്താണെന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. ഒടുവിൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പിരിവെടുത്ത് റാന്തലും മണ്ണെണ്ണയും വാങ്ങി പോസ്റ്റിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. പട്ടാഴി പോയി ഈ വിവരം പറഞ്ഞു. അതിനുശേഷം പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പറഞ്ഞു. പട്ടാഴി ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് പറഞ്ഞു പഞ്ചായത്തിൽ പറയാം. അങ്ങനെ പഞ്ചായത്ത് മെമ്പറേയും കണ്ട് പല പ്രാവശ്യം പറഞ്ഞു.
അങ്ങനെയാണ് ഞങ്ങളിത് സ്ഥാപിച്ചു, ഒരു പ്രതിഷേധമായിട്ട് സ്ഥാപിച്ചത്. റോഡിന്റെ വശങ്ങളിൽ കാടുകയറി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിന്റെ പേരിൽ KSRTC ബസ്സുകൾ ഇവിടെ നിർത്താറുമില്ല. ലാസ്റ്റ് ബസ് 10 മണിക്കാണ്. ഇവിടെ വന്ന ഈ വയലിനക്കരെയുള്ള എല്ലാ യാത്രക്കാരും റോഡില്ലാത്തതിന്റെ പേര് ഇവിടെ വന്നിറങ്ങിയാണ് പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്കൊരു വെട്ടം ആവശ്യം, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമല്ല. ഒരു ജംഗ്ഷനും ഇത്രയും യാത്രക്കാർ വരികയും കയറിയും എല്ലാ ബസ്സുകളും നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. പിന്നെ പട്ടികളുടെ ശല്യം പ്രത്യേകിച്ച് നമുക്ക് പറയണ്ടല്ലോ. വെട്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒഴിഞ്ഞു മാറി പോകാം. ഒരു വർഷം മുമ്പാണ് പ്രദേശത്തെ വഴിവിളക്കുകൾ മിക്കതും കണ്ണടച്ചത്. ഈ പ്രതിഷേധം കൊണ്ടും അധികൃതർ പഠിച്ചില്ലെങ്കിൽ മറ്റു പോസ്റ്റുകളിലും റാന്തൽ സ്ഥാപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ഗ്രാമവാസികളുടെ തീരുമാനം. വഴിവിളക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്ലാസ്റ്റിക്കിനും മാലിന്യങ്ങൾക്കുമെതിരായി ജില്ലാ പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച കലാജാഥ പര്യടനം തുടരുന്നു. ചിത്രയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. മാവേലി പറയുന്നു മലയാളത്തിൽ മലിനീകരണമെന്ന് എന്ന പേരിലുള്ള ലഘുനാടകമാണ് കലാകാരന്മാർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ മൂലമുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ലഘുനാടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പുറത്തിരിക്കുന്ന പേസ്റ്റ് വരുന്ന കവറോ പ്ലാസ്റ്റിക്ക. ഓ അതേ പണ്ട് തേച്ച് കഴിഞ്ഞ് വായ കഴുകാൻ ആ മഹാൻ ചെന്നപ്പോ ആ പൈപ്പോ അത് മുഴുവൻ പ്ലാസ്റ്റിക്ക, അതിന്റെ ടാപ്പോ അതും പ്ലാസ്റ്റിക്ക. ഓ കയ്യിലിരിക്കുന്ന പൊടി കണ്ടോ, അതെന്താണ് സോപ്പ് പറ്റി, അത് പ്ലാസ്റ്റിക്ക. ആ വെള്ളം കളച്ചിരിക്കുന്ന ബക്കറ്റ് കണ്ടോ, അതും പ്ലാസ്റ്റിക്കാണേ. ഓടിക്കുടിക്കുന്ന മക്ക് അത് കണ്ടോ, അത് പ്ലാസ്റ്റിക്ക. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തുന്നുണ്ട്. പാതാളത്തിൽ നിന്ന് മാവേലി ഒരു പ്ലാസ്റ്റിക് കൂനയിലൂടെ പുറം ലോകത്തെത്തുന്ന കാഴ്ചയാണ് കാഴ്ചക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മാലിന്യ സംസ്കരണം മലയാളികൾ സംസ്കാരമാക്കി മാറ്റുക, മനസ്സിലെ മാലിന്യം നീക്കിയാൽ നാട് നന്നാകും തുടങ്ങിയ സന്ദേശങ്ങളിലൂടെ മാവേലി വിഷയം അവതരിപ്പിക്കുന്നു. നാടകാവതരണം പഞ്ചായത്ത് അംഗം തുമ്പമൺതൊടി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെയും മറ്റും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം കലാജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാജാഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മലിനീവസമായിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ, അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ, അതുപോലെ മറ്റു മേഖലകളിലേക്ക് ഒരു ബോധവൽക്കരണമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സ്ഥിരം സമിതി അംഗങ്ങളായ സിനി, തലവരം ബൻസർ, പഞ്ചായത്ത് അംഗങ്ങളായ പേഴുമൂട് സണ്ണി, മുല്ലശ്ശേരി നജീം, സെക്രട്ടറി സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജു ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ 4 LDF അംഗങ്ങളെ അയോഗ്യരാക്കി കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM രാഘവൻ ഉണ്ണിത്താന്റെ ഉത്തരവ്. വായ്പാ കുടിശ്ശികയുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പത്തനാപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 200ഓളം പ്രവർത്തകർ BJPയിലേക്ക്. കേരളം BJPക്ക് പാകപ്പെടുന്നതിന്റെ സൂചനയാണ് വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ള ജനത്തിന്റെ ഒഴുക്കെന്ന് പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ MT രമേശ്. 100 ദിവസം കൊണ്ട് BJP സർക്കാർ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടം രാജ്യത്തൊരു പ്രധാനമന്ത്രിയുണ്ടെന്ന തോന്നൽ ജനങ്ങളിൽ ഉളവാക്കുകയാണെന്നും MT രമേശ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.